മാഗ്നറ്റ്. ഭൂമിയാണ് മാഗ്നറ്റിന്റെ പ്രഭവ കേന്ദ്രം അല്ലെ. അതിനകത്തുനിന്ന് ഉടലെടുത്താണ് നമ്മുടെ കിടക്കുന്ന മെത്ത അല്ലെ. അതിന് മേളിൽ ഒരു ആശാനുണ്ട്, ആരാ? സൂര്യൻ. അദ്ദേഹം പറയാ, ഓ ഈ ലോകം സൃഷ്ടിച്ച ദൈവം എന്നെ സൃഷ്ടിച്ചപ്പം തൊട്ട് ഞാൻ അവിടെ ഇന്ന് പ്രകാശം കൊടുക്കുക. അപ്പൊ ലോകം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഈ വഷളായിട്ട് നടക്കുക ഈ ലോകത്ത്. എന്നാൽ ഞാൻ ഇവർക്ക് ഒരു നല്ല ഉറക്കം കൊടുക്കാമെന്ന് അദ്ദേഹത്തിന്റെ പ്രകാശം ഒന്ന് സ്തംഭിച്ച് അല്ലെങ്കിൽ പ്രകാശം ഇല്ലാതായി ലോകം ജീവിക്കുമോ? അത് നിശ്ചലമാകും. അപ്പോ ഈ ദേവനും ദേവിയും അല്ല ഭഗവാനും ദേവിയും കൂടെ പിണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ആർക്കും എത്ര കെടികെട്ടിയവനാണെങ്കിലും ജയിക്കാൻ പറ്റും. അത് ഷുവറാണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഒരു എനർജി ഡെവലപ്പ് ചെയ്താണ് നമുക്ക് ഇന്ന് തന്നത്. ഇന്ന് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കാത്തതിന്റെ കാര്യം എന്താ? നമ്മുടെ തന്നെ ചുറ്റുപാടുകളും നമ്മുടെ സ്വഭാവവും നമ്മുടെ എല്ലാ രീതിയും കൊണ്ടും ഇന്ന് പ്രകൃതിയെ നമ്മൾ ആരും സ്നേഹിക്കുന്നില്ല. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, പണ്ടൊന്നും ആളുകൾ ചെരുപ്പൊന്നും ഇട്ട് നടക്കാറുണ്ട്. അവർ പ്രകൃതിയെ, ഭൂമി ദേവതയെ കാലുകൊണ്ട് ചവിട്ടിയ ദോഷമാണ്, അത് കേടാണ് എന്ന് അവർക്കറിയാം. ഇന്ന് നമുക്കോ? ഇന്ന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അതിനെ വൃത്തികേടായിട്ട് ചെരുപ്പിട്ട് ചവിട്ടി പതിക്കുന്നതല്ല ഭൂമി. എന്താ കാര്യം? അപ്പൊ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതായിപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഇനി നമ്മൾ ഈ ലോകത്തിന്റെ, നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഹെൽത്ത് ഇല്ലേ. ഹെൽത്ത് വരുവാനായിട്ട് ഏക ഒരു റിസോഴ്സസ് ഭൂമി, നേച്ചർ, മാഗ്നറ്റേ ഉള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് ആ രീതിയിലോട്ട് ഇനി തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, ആർക്കും പറ്റത്തില്ല. സൂര്യഭഗവാനെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ നമുക്കിന്ന് കേൾക്കാമോ ഞാൻ പറയുന്നേ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ഭൂമിയുമായിട്ട് ബന്ധമില്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് സൂര്യനുമായിട്ട് ബന്ധമില്ല അല്ലെ. എല്ലാരും കൊടയുടെ കീഴില്, AC റൂമില്, കാറയില്. അപ്പം ഈ രണ്ട് ദേവന്റെയും ഭഗവാന്റെയും ഒന്നും നമുക്ക് ദർശനം ഇന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ രോഗത്തിലോട്ട് വലിച്ചോണ്ട് തന്നെ പോവാം. അപ്പൊ അതിന്റെ ബേസിലാണ് ഡോക്ടർ സാഗർ ജോഷി സാറ്, ആ പശ്ചാത്തലത്തിലാണ് ഭൂമിയിലെ എനർജി എന്നാൽ ഒരു ബെഡിലോട്ട് കൊടുത്താൽ കുറച്ചെങ്കിലും ആ മനുഷ്യൻ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് തന്നിരിക്കുന്നു. അത് നമ്മളിപ്പം യൂസ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ ആളെ, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു 60 ലക്ഷം അല്ല 52 ലക്ഷം പേര് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ. കേരളത്തിൽ തന്നെ 2,20,000 പേര് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ ഉപയോഗിക്കുന്നവരും അതിന്റെ റിയൽ യൂസേജ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇപ്പം കൂടുതൽ ഫ്ലെയർ അപ്പ് ചെയ്ത് മൂവ്മെന്റ്സ് ഇല്ലാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് തന്നിരിക്കുന്ന യൂസ് ചെയ്യാനല്ല, കാണാനല്ല, യൂസ് ചെയ്യാനാണ്. അതിന്റെ 4 പ്രോഡക്റ്റും യഥാർത്ഥത്തിൽ ഒരു ഹ്യൂമൻ ബോഡിയെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ആക്ഷൻ കിട്ടുള്ളൂ. കാരണം ഞാൻ അത് അനുഭവിച്ചു, അതുകൊണ്ടാണ് നിങ്ങളോട് അത് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവർ